ഹലോ വെൽക്കം ബാക്ക് ടു എമ്മി മലബാർ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു വാനില കേക്കാണ്. ഇത് വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. ഓവൻ ഒന്നും യൂസ് ചെയ്യാതെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ കേക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ എത്രത്തോളം അരിച്ചെടുക്കുന്നോ അത്രയും സോഫ്റ്റ് ആയിരിക്കും കേക്ക്. പിന്നെ കേക്ക് പൊങ്ങി വരാനൊക്കെ ഇത് സഹായിക്കും. ഇനി ഞാനിതിലേക്ക് ഇടാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ മാത്രം ഇട്ടാലും മതി. ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ റെസിപ്പിയിൽ ചെയ്യുമ്പോൾ അതിൽ ബേക്കിംഗ് സോഡ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി ഞാനിതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 തവണ അരിച്ചെടുക്കുന്നുള്ളൂ. നിങ്ങൾ 2-3 തവണയൊക്കെ അരിച്ചെടുത്താൽ അതിൻ്റെ ഗുണം ആ കേക്കിലുണ്ടാകും. കാരണം കേക്ക് നല്ല പൊങ്ങി വരും ചെയ്യും, നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഇത് അരിച്ചെടുത്തു. അധികം വലിയ പാർട്ടിക്കിൾസ് ഒന്നും ഇല്ല, ഇതുപോലെ കുഞ്ഞു പാർട്ടിക്കിൾസേ ഉള്ളൂ. ഇനി നമുക്കിത് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്തിട്ടാണ് ബീറ്റ് ചെയ്യുന്നത് എഗ്ഗ്. അപ്പോൾ അതില്ലാത്തവർക്ക് വിസ്ക് യൂസ് ചെയ്തിട്ടും നല്ല പെർഫെക്റ്റ് കേക്ക് ഉണ്ടാക്കാം. പിന്നെ ഇത് ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കിൽ ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യാതാണ് കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങളെല്ലാവരും പോയിട്ട് ചെക്ക് ചെയ്യുക. നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പതഞ്ഞ് വരട്ടെ. എന്നിട്ട് ഈ ടൈമിൽ ജസ്റ്റ് ഒന്ന് പതഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മുട്ടയുടെ സ്മെല്ല് ഇല്ലാതിരിക്കാനുള്ള ഒരു ടിപ്പാണത്. നമ്മൾ മുട്ട ഒരല്പം ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മുട്ടയുടെ സ്മെല്ല് ഒരിക്കലും കേക്കിൽ ഉണ്ടാവില്ല. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഈ മുട്ട നന്നായി പതഞ്ഞ് അതിൻ്റെ ഒരു ഡബിൾ ക്വാണ്ടിറ്റി ആവണം. അതുവരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പ് ഷുഗർ എടുത്തിട്ടുള്ളൂ. നന്നായി മിക്സിയിലിട്ട് പൊടിച്ച ഷുഗറാണ്. അത് ചേർത്ത് കൊടുക്കുക. കുറച്ചായിട്ട് വേണം ചേർക്കാനായിട്ട്, എല്ലാം കൂടി ഒരുമിച്ചിടരുത്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ 1 കപ്പ് വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പഞ്ചസാരയും മുട്ടയും എല്ലാം കൂടി കമ്പൈനായിട്ട് ഒരു ക്രീമി ടെക്സ്ചർ വരും. അതുവരെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി അടുത്ത ബാച്ച് കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഹൈ സ്പീഡിൽ ഇട്ട് ബീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം ഹൈ സ്പീഡിൽ ഇട്ടിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇത് റെഡി ആയിട്ടുണ്ട് ഏകദേശം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ. ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എഴുതിയെടുക്കാനൊക്കെ നല്ല ഈസി ആയിരിക്കും. അപ്പോൾ 1/4 കപ്പ് ഓയിൽ കുറച്ചായിട്ട് ആഡ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഓയിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം ഇത് ബീറ്റ് ചെയ്യാനായിട്ട്. കൂടുതൽ സ്പീഡിൽ നമ്മൾ ബീറ്റ് ചെയ്താൽ ഈ ക്രിയേറ്റ് ചെയ്ത ഈ ഫോം ഉണ്ടല്ലോ അതൊക്കെ ആകെ താഴ്ന്നു പോവും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ആഡ് ചെയ്ത പോലെ തന്നെ നമ്മൾ കുറച്ചായിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഒരു വെയിറ്റ് കുറഞ്ഞൊരു തവി യൂസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് ഇതുപോലെ ഒന്ന് ഒരേ ഡയറക്ഷനിൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓവർ മിക്സിങ്ങും പാടില്ല. അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ മെഷർമെൻറ്റ് പിന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല സ്പോഞ്ചി കേക്ക് നിങ്ങൾക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് കേക്ക് ടിന്നിലോട്ട് മാറ്റണം. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ പാന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. പ്രീഹീറ്റ് ചെയ്ത പാനിലേ നമ്മൾ കേക്ക് ടിന്നെ ഇറക്കി വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുള്ള കേക്ക് മോൾഡാണ്. അതിലേക്ക് നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ടൈമിലൊക്കെ ഞാൻ
പാന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. മിനിമം ഒരു 10 മിനിറ്റ് മുന്നെങ്കിലും പാന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പ്രീഹീറ്റ് ചെയ്യാൻ. പെട്ടെന്ന് ചൂടാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ കേക്ക് ടിൻ ഇറക്കിയതിന് ശേഷം ലോ ഫ്ലെയിം ആക്കരുത്. അത് ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ട് തന്നെ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതുപോലുള്ള വലിയ ഒരു അടികട്ടിയുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെച്ചിട്ട് 45 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ക്രീം തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ക്രീം എപ്പോഴും ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നല്ല കട്ടിയായിട്ട് ഇരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അപ്പോൾ ക്രീം ബീറ്റ് ചെയ്യുന്നതും ഇലക്ട്രിക് ബീറ്റ് ഇല്ലാതെ ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ബീറ്റ് ചെയ്യാമെന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ ഇതുപോലുള്ള മെഷർമെൻറ്റ് കപ്പ് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഈ മെഷർമെൻറ്റ് കപ്പ് ഇല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ നമ്മൾ താഴോട്ടാക്കിയാൽ പോവില്ല, അതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പോൾ നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂറെങ്കിലും നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ 45 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്ന് മാറ്റാം. അപ്പോൾ ചൂടൊന്നൊരല്പം മാറിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. കേക്ക് നമുക്ക് 3 ലെയറായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് കേക്ക് ബോർഡിൽ ഒരല്പം ക്രീം ആക്കി കൊടുക്കുകയാണ്. അത് കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷൻ ഇല്ലേ, അതാണ് ഏറ്റവും താഴെ വെക്കേണ്ടത്. അത് വെച്ച് കൊടുക്കാം. കേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് ഇതൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഷുഗർ സിറപ്പ് എങ്ങനെ തയ്യാറാക്കാമെന്ന് വെച്ചാൽ ഒരല്പം വെള്ളം എടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ ഷുഗർ സിറപ്പ് വേണ്ടിയത് അതിനനുസരിച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് ഷുഗർ അതിലിട്ടിട്ട് ആ ഷുഗർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ വെള്ളം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഷുഗർ സിറപ്പായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ മെഷർമെൻറ്റ് പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളി കേക്ക് നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. മെഷർമെൻറ്റ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വീണ്ടും വീണ്ടും പറയുന്നത് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ലെയർ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കുക. ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ കേക്കിൻ്റെ ഏറ്റവും അവസാനത്തെ പോർഷനില്ലേ, അതാണ് നമ്മൾ കേക്ക് ഐസിങ് ചെയ്യുമ്പോൾ മുകളിൽ വെക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചാൽ കേക്ക് ഐസിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പ് പോർഷന് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് 1 മണിക്കൂറെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ക്രീം വെച്ചിട്ട് ഒന്നും കൂടെ കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരല്പം ഡെക്കറേഷൻ പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യുക. ഞാനിപ്പോൾ ഒരല്പം ചോക്ലേറ്റ് ഗനാഷ് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ലൈന് വരച്ചു കൊടുക്കുകയാണ്.
അപ്പോൾ കേക്ക് കംപ്ലീറ്റ് ലൈന് വരച്ചു കൊടുത്തു. ഇനി ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് മേലെന്ന് താഴോട്ട് ഇതുപോലെ ആക്കി കൊടുക്കുക. സൂക്ഷിച്ച് പതിയെ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ക്രീം കംപ്ലീറ്റ് കേക്കുമ്പോൾ ഇങ്ങോട്ട് പോരും. അപ്പോൾ പതിയെ ചെയ്താൽ മതി. അപ്പോൾ വളരെ ഈസി ആയി തയ്യാറാക്കാൻ പറ്റുന്ന വാനില കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബർത്ത്ഡേ കേക്ക് എന്നും പറയാം. അങ്ങനെ ഒരു ലുക്കിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ്. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള റെസിപ്പീസിനായിട്ട് യമ്മി മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.